നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 67 67. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കഴിഞ്ഞ എപ്പിസോഡിൽ 1-ാം സ്കന്ധത്തിൽ 2-ാം അധ്യായത്തിൽ 19-ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് 20-ാമത്തെ ശ്ലോകം മുതൽക്ക് പറയണം. ഏവം പ്രസന്ന മനസോ ഭഗവൽ ഭക്തിയോഗതാം ഭഗവത് തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ. ഏവം പ്രസന്ന മനസോ ഭഗവൽ ഭക്തിയോഗതാ ഭഗവൽ തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ. ഇതിന് വാക്കർത്ഥം പറയാം. ഇപ്രകാരം ഭഗവാനിൽ ഭക്തിയോഗം ഹേതുവായിട്ട് പ്രസന്നമായ മനസ്സോടുകൂടിയും മോചിക്കപ്പെട്ട സംഘത്തോടുകൂടിയും ഇരിക്കുന്നവന് ഭഗവാന്റെ പരമാർത്ഥ തത്വത്തെക്കുറിച്ചുള്ള അറിവ് ജനിക്കുന്നു. ഇവിടെ ഒരു കാര്യം പറയണ്ടായി. പരമാർത്ഥ തത്വം, പരം അർത്ഥമായിട്ടുള്ള തത്വം അല്ലേ, പരമാർത്ഥ തത്വം. മോക്ഷത്തിനുള്ള തത്വം എന്താണ്? അതെന്താ? ജനിക്കാതെയിരിക്കുക, മരിക്കാതെയിരിക്കുക, പുനരഭിജനനം പുനരഭിമരണം. ജനിച്ചാൽ ആഹ്ലാദിക്കാൻ സാധിക്കണം. ആനന്ദം പരമാനന്ദം സച്ചിദാനന്ദം ചിന്മയാനന്ദം, ശോകമില്ലാത്തൊരവസ്ഥ. അതാണ് ഈ ആനന്ദം എന്ന് പറഞ്ഞത്. ശോകം എന്ന് പറഞ്ഞാൽ അത് ദ്വന്ദ്വത്തിലേക്ക് പോകും. സുഖം ദുഃഖം, ദിനം രാത്രം, ഇതൊന്നുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വിധം ഭഗവാനെ നിരന്തരം ഭജിക്കുന്നവൻ്റെ മനസ്സ്, മുകളിൽ പറഞ്ഞ പ്രകാരം മനസ്സ് പ്രസാദിക്കയാൽ, ഭജിക്കുന്നവൻ്റെ മനസ്സ് പ്രസാദിക്കയാൽ നിസ്സാരങ്ങളായ വിഷയസുഖങ്ങളിൽ പ്രവേശിക്കാത്തതിനാൽ. എപ്പോഴാണ് നമ്മൾ അബദ്ധത്തിൽ പോയി ചാടുന്നത്? നിസ്സാരങ്ങളായ, ആ വാക്ക് സാരമില്ലാത്തത് എന്നർത്ഥം. വേസ്റ്റ്, ഒന്നുകൂടി വേസ്റ്റ്. നിസ്സാരങ്ങളായ വിഷയസുഖങ്ങളിൽ പ്രവേശിക്കാത്തതിനാൽ സംഘം മറ്റിരിക്കുന്ന അവന്, സംഘം എന്ന് പറഞ്ഞാൽ ആരോടും കൂട്ടില്ല എന്ന് പറഞ്ഞതാ, ശരീരത്തിനോട് കൂട്ടില്ല എന്ന് പറയാം. എന്നാൽ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവും. ശരീരത്തിനോട്, ഒരാൾക്ക് വേറൊരാളുടെ ശരീരത്തിനോട് ആസക്തി ഇല്ലാണ്ട് വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. ശരീരത്തിന്മേൽ ആസക്തി വരുമ്പോഴാണ് ഈ പ്രശ്നം. അതാണ് ഈ ലൗകികത എന്ന് പറയാം. എപ്പോഴും ഒരാളിങ്ങനെ കയ്യോ കാലോ തലോടിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ആളില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഉണ്ടല്ലോ. ഉള്ളവർക്ക് സാധിക്കാതെ വരും ആരോഗ്യ പ്രശ്നങ്ങളെ കൊണ്ട്. അല്ലെങ്കിൽ വിരക്തി വന്നാൽ രണ്ടു കൂട്ടർക്കും, ഒരാൾക്ക് വിരക്തി വന്നുള്ളൂ വെച്ചാൽ ബുദ്ധിമുട്ടായി. രണ്ടു കൂട്ടർക്കും, അതായത് ഐദർ സ്പൗസ്, ബോത്ത് ദി സ്പൗസസ്, രണ്ട് ഭാര്യയും ഭർത്താവിന് രണ്ടാൾക്കും വിരക്തി വന്നാൽ മാത്രമേ ആധ്യാത്മിക പ്രയാണം നന്നാവുള്ളൂ. അതിനാണ് എന്ത് കാര്യം ഒപ്പം ചെയ്യണമെന്ന് പറയും. അതായത് അമ്പലത്തിൽ പോവും, ഒപ്പം പോകണം, പ്രസാദം വാങ്ങുക, പ്രദക്ഷിണം ചെയ്യുക, നമസ്കരിക്കുക, പാരായണം ചെയ്യുക, കേൾക്കുക. അപ്പോൾ ഭഗവാന്റെ സത്യസ്വരൂപത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നു എന്നാണ്. ഭഗവാന്റെ സത്യസ്വരൂപത്തെക്കുറിച്ച്. അതെന്താ? നിരാകാരം എന്നാ അർത്ഥം പറയാം. ആകാരമല്ലാത്തത്. അല്ലാതെ ഇപ്പോൾ അഷ്ടമിരോഹിണിക്ക് നമ്മൾ എന്തൊക്കെ കാണിക്കുന്നുണ്ട്? ഒന്നും അറിയാത്ത കുട്ടികളെ കുറച്ച് പെയിൻ്റൊക്കെ അടിച്ച് കളവണ്ടിയിൽ അല്ലേ നടത്തിക്കുക, അല്ല അവരെ അതിൽ ശോഭായാത്ര. ആർക്കാ ശോഭ? പറയൂ. അവർക്ക് ശരിയേതാ തെറ്റാതെന്ന് പറഞ്ഞു കൊടുക്കാണ്ട് അവരെ വേഷം കെട്ടി നടത്തിച്ചത് കൊണ്ടായോ മക്കളെ? പറഞ്ഞു കേൾക്കൂ. എനിക്ക് ആരോടും വ്യക്തിവൈരാഗ്യമില്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ സാങ്കത്യം വേണം, സംഗതി വേണം. അതിൽ അവർക്ക് തീയെ ചുട്ടാ പൊള്ളുന്ന് പറഞ്ഞു കൊടുക്കാതെ കണ്ട് പൂത്തിരി കത്തിച്ച് കയ്യിൽ കൊടുത്താൽ പറ്റുമോ?
ഇത് സംഗതി ശരിയാണ്, കാണാൻ നല്ലതാണ്, മെത്താപ്പാണ് അല്ലെങ്കിൽ ചക്രമാണ്, ഇത് കൈ തൊട്ടാ പൊള്ളും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? അതല്ലേ തത്വവിചാരം. അപ്പം അത്രയേ ഉള്ളൂ. ഏവം പ്രസന്ന മനസ്സോ ഭഗവത് ഭക്തി യോഗത. ഭഗവത് ഭക്തി, നിഷ്കാമകർമ്മം ചെയ്യാനും ആഗ്രഹാഭിലാഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സാധിച്ചാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഭഗവത് തത്വവിജ്ഞാനം, ഭഗവാന്റെ തത്വവിജ്ഞാനങ്ങളെപ്പറ്റി അറിയണം. അതെന്താ? മുക്തസംഗസ്യ ജായതേ എന്ന് പറഞ്ഞു. അടുത്ത ശ്ലോകം 21. ഭിദ്യന്തേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാം ക്ഷീയന്തേ ച അസ്യ കർമാണി ദൃഷ്ട ഏവാത്മനീശ്വരാം. ഭിദ്യന്തേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാം ക്ഷീയന്തേ ച അസ്യ കർമാണി ദൃഷ്ട ഏവാത്മനീശ്വരാം. ഏവാത്മൻ ഈശ്വര, നീശ്വര എന്നൊന്നും പറഞ്ഞു പോകരുത് കേട്ടോ. ഏവം ആത്മാനം ഈശ്വരേ എന്നാണ് വാക്ക് കേട്ടോ. ഭിദ്യന്തേ ഹൃദയഗ്രന്ഥി ചിന്ത്യന്തേ സർവസംശയാ ക്ഷീയന്തേ ച അസ്യ കർമാണി ദൃഷ്ട ഏവം ആത്മൻ ഈശ്വര. ആത്മൻ ഈശ്വര. ഇത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എന്താ? ഹൃദയഗ്രന്ഥിനെ ഭേദിക്കണമെന്ന്. ഇതും തന്നെയാണ് വിഷ്ണു സഹസ്രനാമം പഠിച്ച, ഭാഗവതം പഠിച്ച ബലായി. പക്ഷേ വായിക്കാൻ പഠിക്കലല്ല കേട്ടോ, അർത്ഥം അറിയണം. അതുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ സാധിക്കണം. ഹൃദയഗ്രന്ഥി ഭിദ്യതേ എന്നാണ് കേട്ടോ. ഭിദ്യതേ, ഞാൻ അങ്ങനെ എന്താ പറഞ്ഞത്? ഭിദ്യന്തേ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഭിദ്യതേന്നേ ഉള്ളൂ, സോറി. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ചിന്ത്യന്തേ സർവസംശയാ ക്ഷീയന്തേ ചാസ്യ കർമാണി ദൃഷ്ട ഏവം ആത്മാനം ഈശ്വരേ. ഏവം ആത്മൻ ഈശ്വര. ആത്മാനം എന്നല്ല, ഏവം ആത്മൻ ഈശ്വരേ. ന എന്നുള്ളതിൽ എന്ന് വന്നു അതിൽ ഈകാരം തുടങ്ങിയിട്ട് അപ്പോൾ ഏവം ആത്മൻ ഈശ്വരേ. അപ്പോൾ ഹൃദയഗ്രന്ഥി ഭിദ്യതേ, ഹൃദയഗ്രന്ഥി ഭേദിക്കുന്നു. ഹൃദയഗ്രന്ഥി ഏതായിട്ട്? ശരീരവും ഇന്ദ്രിയങ്ങളും കൂടിയിട്ടുള്ള ബന്ധം ഭേദിക്കുക. അപ്പം എന്തായി? ഹൃദയേശ്വരനിൽ മാത്രം രമിക്കാനായി. ഹൃദയേശ്വരൻ എവിടെ ആയിരിക്കണത്? ഹൃദയത്തിൽ. ആരാത്? ബ്രഹ്മം. ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ. അപ്പോൾ സർവങ്ങളായ സംശയങ്ങൾ എല്ലാം സംശയമാണ് അല്ലേ? ഇപ്പോൾ കല്യാണത്തിനൊക്കെ ഒരു 10 ഫോട്ടോ കിട്ടിയാൽ ഏതെടുക്കേണ്ടതെന്ന് അറിയില്ല. നമുക്ക് പറ്റുമ്പോൾ അവർക്ക് പറ്റില്ല, അവർക്ക് പറ്റിയാൽ നമുക്ക് പറ്റില്ല. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്, പ്രഷറാണ്. ഇതാണ് ഭേദം കേട്ടോ. ആരാ കല്യാണം കഴിക്കണത്? കല്യാണം കഴിക്കണ ആൾക്കല്ലേ തോന്നേണ്ടത് ഏതാ ശരിയെന്നുള്ളത്. അപ്പോൾ അതാണ് പണ്ടത്തെ കാലത്ത് ഈ സ്വയംവരം എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ രാജാക്കന്മാരുടെയും ബയോഡാറ്റ വായിച്ച് കേൾപ്പിക്കുകയാണ്. അതിനാ കുട്ടിക്കാണ് ഡിസിഷൻ എടുക്കാനുള്ള കഴിവ്. അപ്പോൾ ഇവിടെ പറയേണ്ട ഈ സർവങ്ങളായ സംശയങ്ങൾ ചിദ്യന്തേ നശിപ്പിക്കുന്നു. ആത്മാവായ ഈശ്വരൻ. അപ്പോൾ ഈശ്വരൻ ആരാ? ആത്മാവ്. അതെവിടെ? ശ്രീലകത്തുള്ളത് ആത്മാവല്ല, എന്നിലും നിങ്ങളിലാണ് ആത്മാവ്. ഈ വിദ്യ അറിയാണ്ട് നമ്മൾ പോയി തൊഴുതിട്ട് എന്താ കാര്യം? ഇതിൻ്റെ അർത്ഥതലങ്ങൾ അറിയണ്ടേ മലയാളത്തിൽ, അവരവരുടെ മാതൃഭാഷയിൽ. അപ്പോൾ ആത്മാവായ ഈശ്വരൻ ആത്മാവായി എന്ന് പറയണതും ആത്മാവ് ഈശ്വരൻ എന്ന് പറഞ്ഞും കൂടി വ്യത്യാസമുണ്ടല്ലേ? ഈശ്വരൻ പുറത്തുനിന്ന് വന്നിട്ട് ആത്മാവായതാണോ? അല്ല, ആത്മാവാണ് ഈശ്വരൻ, എവർ എക്സിസ്റ്റിംഗ്. മനസ്സിലായോ? അപ്പോൾ അതാണ് എൻ്റെ അച്ഛൻ 74 മരിച്ചു അല്ലേ? 74 മരിച്ചു എന്ന് പറയുമ്പോൾ പ്രായം എത്രയായി? അല്ല, എത്ര വർഷമായി?
84, 94, 2004, 2014, 2024, 50 കൊല്ലായി. 50 കൊല്ലമായിട്ട് ഇപ്പോഴും ഞാൻ ശ്രീ രംഗനാഥ ശർമ്മണേ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ പേരാ. അത് പറയുമ്പോഴേക്കും എനിക്ക് ആർദ്രത വരും. കാരണം എന്താ, അദ്ദേഹമാണ് എനിക്ക് പാപപുണ്യങ്ങൾ അനുഭവിക്കാൻ ഈ ജന്മം തന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു ഭാഗവത ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ആ ക്രെഡിറ്റ് ആർക്കാ? എനിക്ക് ജന്മം തന്ന ആൾക്കാ. അപ്പം ആളുണ്ടോ? ഇല്ല. പക്ഷെ എൻ്റെ ഒപ്പം ഉണ്ട്. കാരണം എന്താ, ആത്മാവാണ് ഈശ്വരൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് എങ്ങോട്ടും പോയിട്ടില്ല, എൻ്റെ ഒപ്പം ഉണ്ട്. അല്ലെങ്കിൽ എന്നെ വീഴാണ്ട് സൂക്ഷിക്കുന്നു. എങ്ങനെ നോക്കിയാലും അദ്ദേഹമുണ്ട് എനിക്ക്, അതേപോലെ തന്നെ നിങ്ങൾക്കൊക്കെ. അപ്പം ഈശ്വരൻ നശിക്കണില്ല, ആത്മാവ് ഈശ്വരിക്കണില്ല. കാരണം എന്താ, ആത്മാവിനെയാണ് ഈശ്വരൻ. അപ്പോൾ ആത്മാവായ ഈശ്വരൻ ദർശിക്കപ്പെട്ടപ്പോൾ തന്നെ, ഈശ്വരനെ ദർശിക്കാം തന്നെയാണ് പറഞ്ഞതേ. അതെങ്ങനെയാണ്? എല്ലാവരിലും നന്മയായിട്ട് ഇരിക്കുന്നത് ഈശ്വരനാണ്. നന്മ നമ്മൾ അനുഭവിക്കണില്ലേ? അതന്നെ. യാദേവി സർവഭൂതേഷു ശാന്തി രൂപേണ സംസ്ഥിത. ശാന്തി, നിദ്ര, പുഷ്ടി, തുഷ്ടി, വാട്ട് നോട്ട്. അപ്പോൾ ദർശിക്കുക എന്ന് പറഞ്ഞാൽ ദർശനങ്ങൾ മനസ്സിലാക്കിയാൽ ദർശിക്കപ്പെട്ടു എന്ന് അർത്ഥേ. ഞാൻ നാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞാൽ നാരായണ ഗുരു പറഞ്ഞത് ഞാൻ ജീവിതത്തിലേക്ക് പകർത്തി എന്നർത്ഥം. അല്ലാതെ അതിങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കേണ്ടതല്ല. ഞാൻ യേശുക്രിസ്തുവിൻ്റെ ദർശനങ്ങൾ, നബിയുടെ ദർശനങ്ങൾ. പക്ഷേ നമ്മളൊരു കമ്പാരിസൺ ചെയ്യുമ്പോൾ അതിൽ ഏതാണ് ഉത്തമം നമുക്കിഷ്ടമല്ല. ഇഷ്ടം അനിഷ്ടം അത് വേറെ കാര്യം. ഇഷ്ടാനിഷ്ടങ്ങളല്ല, താത്വികമായിട്ട് മേലെ നിൽക്കണം, അതായിത്തീരാം. അപ്പോൾ ദർശിക്കപ്പെട്ടപ്പോൾ തന്നെ ഇവൻ്റെ കർമ്മങ്ങൾ ചെയ്യിക്കുന്നു. ഭഗവത് തത്വങ്ങൾ വിചാരധാരയിലെത്തിയാൽ നമ്മുടെ തത്വം എന്ത് നശിച്ചു? കർമ്മങ്ങൾ. പിന്നൊന്നും ചെയ്യാനില്ല. കർമ്മങ്ങൾ ചെയ്യണത് എന്തിനാ? കർമ്മങ്ങൾ ചെയ്യണത്, ഊണ് കഴിക്കണത് എന്തിനാ? ജീവിക്കാൻ. അതാണ് ജീവിക്കാൻ വേണ്ടി, ഊണ് കഴിക്കാൻ വേണ്ടി ജീവിക്കാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം പറയുമ്പോൾ ഭഗവത് തത്വവിജ്ഞാനം എന്നാൽ എന്താണ്? ഭഗവത് തത്വവിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തെന്നും അതിൻ്റെ ഫലം എന്തെന്നും, ഈശ്വരൻ ആരാണ്, ഈശ്വരനെ അറിഞ്ഞാൽ അതിൻ്റെ ഫലം എന്താണ് വിവരിക്കണം. സർവേശ്വരനായ ഭഗവാൻ തന്നെ ആത്മാവായിരിക്കുന്നവൻ എന്നുള്ള പ്രത്യക്ഷമായ അറിവ്. എന്നാൽ പിന്നെ ഇപ്പോൾ ഗുരുവായൂരിൽ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. 1000 രൂപ സെക്യൂരിറ്റിക്കാർക്കോ പോലീസിനോ അല്ലെങ്കിൽ മറ്റേ ഒരു ചീട്ട്, നെയ്വിളക്ക് എന്ന് പറഞ്ഞ ചീട്ട് തന്നിട്ട് പോകേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ഈ കാഴ്ച ബംഗ്ലാവിലെ മൃഗങ്ങളെ കാണാൻ പോകുന്ന കൂട്ടത്തിലല്ലേ ഉള്ളൂ. നമുക്ക് വികാരം കൊള്ളണ്ട. വിചാരം കൊണ്ടിട്ട് നിങ്ങൾ എന്നോട് ആൻസർ പറയൂ. നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ടോ സങ്കടം വന്നിട്ടോ പട്ടാമ്പിക്ക് ഭ്രാന്താണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സർവേശ്വരനായ ഭഗവാൻ തന്നെ ആത്മാവായിരിക്കുന്നവൻ എന്നുള്ള പ്രത്യക്ഷമായ അറിവ് അപരോക്ഷാനുഭൂതി എന്നാണ് പറയാം. എല്ലാവർക്കും പരോക്ഷമായിട്ടുള്ള അനുഭൂതിയാണത്. തന്നെ തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവായിരിക്കുന്നവൻ തന്നെയാണ് ഭഗവാൻ. ഈ അറിവ് എപ്പോൾ ഉണ്ടാകുന്നുവോ അപ്പോൾ ഞാൻ എന്ന് തോന്നിയിരുന്നതായ ഭാവനയാകുന്ന അഹങ്കാരത്തിനെ കാണാൻ പറ്റില്ല. എന്നാലോ ഭാവനയിലുണ്ടേന്. ഇയാളെന്താ എന്നെ കണ്ടിട്ട് നീച്ച് നിൽക്കാത്തത്? ഇയാളെന്താ എന്നെ കണ്ട് ചിരിക്കാത്തത്? അയാൾ കണ്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ച പോലെ. അപ്പോൾ ഭാവനയാണ്. ഞാൻ വലിയവനാണെന്നൊരു ഭാവന. ആരും വലിയവരില്ല, ഈശ്വരനാണ് വലുത്. ആ ഈശ്വരൻ എല്ലാവരിലും ഉണ്ട്. അപ്പോൾ എല്ലാവരും വലിയവർ. അപ്പോൾ ഹൃദയഗ്രന്ഥി നശിക്കണു എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഈ വയലിൻ അല്ലെങ്കിൽ വീണയിൽ കമ്പികളുണ്ട്, തമ്പുരുവിൽ കമ്പികളുണ്ട്. ആ കമ്പികൾ സ്വരസ്ഥാനത്ത് വൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ മുറുക്കി കെട്ടിയാൽ മാത്രമേ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ശബ്ദം ബീജുകൾ വരുള്ളൂ. അപ്പോൾ അതിനെ ഭേദിക്കണം ഹൃദയഗ്രന്ഥി.
അപ്പോൾ ദേഹത്തോട് കൂടാതെ അന്യമായ ചൈതന്യമുണ്ടോ? ഉണ്ടെങ്കിൽ ചൈതന്യമോ ദേഹമോ ഞാൻ? ഇതാണ് ചോദ്യം. ശരീരത്തെ കൂടാതെ അന്യൊരു ചൈതന്യം ഉണ്ടോ? ഉണ്ട്. ചൈതന്യം ഉള്ളിൽ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾക്ക് പ്രതികരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്നീ വിധമുള്ള അസംഭാവന, ഭാവന അല്ലാത്ത സത്യം, വിപരീത ഭാവന എന്ന ദോഷരൂപങ്ങളായ സംശയങ്ങളെല്ലാം നശിക്കുന്നു. ഇതിനാൽ ഫലത്തെ കൊടുക്കാൻ ആയ ഒരുക്കമുള്ള ഇവൻ്റെ കർമ്മങ്ങൾ, ഇതിനാൽ ഫലത്തെ കൊടുക്കാനായി ഒരുക്കമുള്ള ഇവൻ്റെ കർമ്മങ്ങൾ, അതാണ് സഞ്ചിത കർമ്മങ്ങൾ, എല്ലാം ക്ഷയിക്കുന്നു. പാപവാസനകൾ ഒന്നുമില്ല. പാപം പുണ്യം എന്നുള്ളതൊക്കെ എന്താ? ഭാവനയാണ് അല്ലേ? എനിക്ക് പുണ്യമെന്ന് തോന്നുന്നത് വേറൊരാൾക്ക് ദോഷമായിരിക്കും, പാപമായിരിക്കും. വേറൊരാൾക്ക് പാപം എന്ന് പറയുന്നത് എനിക്ക് പുണ്യവും. എനിക്ക് അച്ഛനമ്മയുടെ വാക്ക് കേൾക്കുക എന്നുള്ളത് ആനന്ദത്തിരുത്തുന്നു എന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് അത് ദുഃഖത്തെ ഉണ്ടാക്കണതാണ്. എന്താ ദുഃഖം? എനിക്കെന്നും എൻ്റേതെന്നുള്ള സമയം ഞാൻ എങ്ങനെ സ്പെയർ ചെയ്യണമെന്ന് നമുക്കറിയണില്ല. എനിക്കുള്ള സമയം എനിക്ക് ഭാര്യയുടെ ഒപ്പം ഇരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ അച്ഛനും അമ്മയും നോക്കുക? പക്ഷേ അച്ഛനും അമ്മയും നോക്കാതെ കൊണ്ട് ഭാര്യയെ നോക്കിയാൽ നമുക്കുണ്ടാകുന്ന മക്കൾ നമ്മളെ നോക്കിയില്ലെങ്കിൽ നമ്മൾ എന്ത് ഉത്തരം പറയും? അപ്പോൾ കൊടുത്തത് എവിടെയാണെങ്കിലും കിട്ടുമെന്ന് പറയും അല്ലേ? കൊടുത്തതേ കിട്ടൂ, കൊടുക്കാത്തത് കിട്ടില്ല. കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കരുത്, കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചത് കൊണ്ട് പുണ്യം കിട്ടില്ല. അമ്പലത്തിൽ പോകണം, പ്രാർത്ഥിക്കണം, ഭഗവാനെ സ്തുതിക്കണം, ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കണം, ഭഗവാനെ കീർത്തിക്കണം, അതിൽ നമുക്ക് ആനന്ദിക്കണം, വേണ്ടേ? അപ്പോൾ ഇവിടെ ഈ സഞ്ചിത കർമ്മങ്ങളെല്ലാം ക്ഷയിക്കുന്നു. ഈ അവസ്ഥയാണ് മോക്ഷം. എനിക്കൊന്നും ചെയ്യാനില്ല, ഇനഫ്, ഞാൻ എല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി ഞാൻ മരണത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. സദാസേവ്യ സദാസേവ്യ, നാരായണ നാരായണ നാരായണ. അപ്പോൾ നാരായണ എന്നുള്ള ശബ്ദം കേട്ടാൽ യമകിങ്കരന്മാർ വരില്ല എന്നൊരു പ്രസ്താവനയുണ്ട്. അപ്പോൾ പിന്നെ ആരാ വരിക നമ്മളെ കൊണ്ടുപോകാൻ? വിഷ്ണു പാർഷദന്മാരെന്നെ വരണം. വിഷ്ണു പാർഷദന്മാർ വന്ന് കൊണ്ടുപോയാൽ മണ്ഡലം കഴിഞ്ഞ് സൂര്യമണ്ഡലത്തിലെത്തി അവിടുന്ന് അങ്ങോട്ട് പോകണം. എങ്ങോട്ട്? ഈ വൈകുണ്ഠം എന്നുള്ള സ്ഥലത്തേക്ക്. അപ്പോൾ അവിടെ പോയാൽ പിന്നെ ഒരു തിരിച്ചുവരവില്ലാത്ത സ്ഥലത്തേക്ക് വേണം നമ്മൾ എത്തിപ്പെടാൻ. അടുത്ത ശ്ലോകം 22. അതോ വൈ കവയോ നിത്യം ഭക്തിം പരമയാ മുധാ വാസുദേവേ ഭഗവതി കുർവന്ത്യ ആത്മപ്രസാദിനീം. അതോ വൈ കവയോ നിത്യം ഭക്തിം പരമയാ മുദാ വാസുദേവേ ഭഗവതി കുർവന്ത്യ ആത്മപ്രസാദിനീം. ഈ കാരണത്താൽ, ഏത് കാരണം കൊണ്ട്? ഈ കർമ്മങ്ങൾ ക്ഷയിക്കുക, മോക്ഷത്തിലിരിക്കുക. ഈ കാരണത്താൽ കവികൾ എപ്പോഴും ഭഗവാനായ വാസുദേവനിൽ ഏറ്റവും അധികരിച്ചതായ സന്തോഷത്തോടുകൂടെ മനസ്സിനെ പ്രസാദിപ്പിക്കുന്നതായ ഭക്തിയെ ചെയ്യുന്നു. ഭക്തി വർദ്ധിപ്പിക്കണമെന്നർത്ഥം. അപ്പോൾ ശ്രീഹരിഭക്തിയാൽ ജ്ഞാനവും അതിനാൽ മോക്ഷവും സിദ്ധിക്കുന്നു. ശ്രീഹരിഭക്തി ഉണ്ടായാൽ എന്തൊക്കെയായി? അറിവ് കൂടി, ജ്ഞാനം, വിജ്ഞാനം ആയി. അതിനാൽ മോക്ഷം. അറിവില്ലെങ്കിൽ മോക്ഷമില്ല. അറിവുണ്ടായാൽ മോക്ഷമില്ല. സിദ്ധിക്കുമെന്ന് കണ്ടതിനാൽ ഹരികഥാപ്രസംഗം സദാചാരമായി പരിണമിച്ചിരിക്കുന്നുവെന്ന് കാണിച്ചുകൊണ്ട്, സദാചാരം എപ്പോഴും ആചരിക്കപ്പെടേണ്ടതാണ്. എന്ത്? ഹരികഥാപ്രസംഗം. ഹരിയെ സ്തുതിക്കുക, അവരെ നമസ്കരിക്കുക, ഹരിയെ സ്തുതിക്കുന്നവരെ നമസ്കരിക്കുക. അപ്പോൾ ഹരികഥാപ്രസംഗം സദാ ആചാരമായി പരിണമിച്ചിരിക്കുന്നുവെന്ന് കാണിച്ചുകൊണ്ട് ഈ വിഷയത്തെ ഉപസംഹരിക്കുന്നു.
മേൽ കാണിച്ച സംഗതിയാൽ ദീർഘദർശികളായ വിദ്വാൻമാർ പരമസന്തോഷത്തോടുകൂടി നിത്യവും ശ്രീ ഭഗവാനായ വാസുദേവനെ പരമപ്രേമത്തോടുകൂടെ ഭജിക്കണം. അപ്പോൾ ഭഗവാനെയും ഭജിക്കണു എന്ന് പറഞ്ഞാൽ പോരെ, അല്ല, പരമപ്രേമത്തോടുകൂടി. അപ്പോൾ സത്യത്തിൽ ഇവിടെ ഭഗവാൻ എന്ന് പറയുന്നത് നിരീശ്വരനല്ല, രൂപമില്ലാത്ത ആളാണ്, നിരാകാരനാണ്. അപ്പോൾ ഒന്നുമില്ലാത്ത നിരാകാരനെ അല്ലെങ്കിൽ ആകാരമില്ലാത്തവനെ പ്രേമിക്കണമെന്നുണ്ടെങ്കിൽ അവനാണ് സൂപ്പർ ഇൻ്റലിജൻ്റ് ആൾ. അപ്പോൾ അവൻ ഇങ്ങോട്ട് തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കാൻ പാടുമോ? ഇല്ല. അപ്പോൾ എൻ്റെ മുമ്പിൽ ഒരാളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഒരാൾ എൻ്റെ മുന്നിലുണ്ട്, അല്ലേ? അല്ലെങ്കിൽ മുന്നിൽ കാണുന്ന ആൾക്ക്, ഇപ്പം നമുക്കൊരാളെ കാണുമ്പോൾ ഒരാളെ പോലെ തോന്നും, വേറൊരാളെ പോലെ തോന്നും. തോന്നിയോണ്ടുള്ള ഗുണമുണ്ടോ? ഇല്ല. ഇപ്പോൾ ഞാൻ വളരെ കുട്ടിക്കാലത്ത്, അതായത് കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ബോംബെയിലേക്ക് എത്തിയ സമയത്ത് എനിക്കൊരു റിലേറ്റീവ് ഒരു ബനിയൻ കൊണ്ടു തന്നു. അതായത് ചുവപ്പും വെള്ളയും കൂടിയിട്ടുള്ള ഇങ്ങനെ വിലങ്ങനെയുള്ള സ്ട്രിപ്സാണ്. അപ്പോൾ അത് ഒരു സ്ഥലത്ത് കട്ടയായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ മേപ്പോട്ട് പോകും തോറും അത് വെള്ള ഇട്ട് വരും, ചുവപ്പ് വര മാത്രമേ ഉണ്ടാവുള്ളൂ. അതേമാതിരി കീഴ്പ്പെട്ടു. അപ്പോൾ ഞാനും ഭാര്യയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ജസ്റ്റ് ഓപ്പോസിറ്റ് പ്ലാറ്റ്ഫോമിൽ ഇതേ ബലിയിട്ടിട്ടൊരാൾ ഇവളെന്നെ തോണ്ടി കാണിച്ചു തന്നതാ. അപ്പം ഞങ്ങൾക്ക് പരസ്പരം രണ്ടുപേരുടെയും ബനിയൻ ഒന്നാണെന്ന് വിചാരിച്ചത് കൊണ്ട് സ്വഭാവം ഒന്നായിക്കൊള്ളണമെന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ഈ സർവജീവ ഗുഹാശയ എല്ലാ ജീവനുള്ളവരുടെയും ഹൃദയഗഹ്വരത്തിൽ ഇരിക്കുന്ന ചൈതന്യം ഒന്നാവ കാരണം പുറമെ ശരീരത്തിൻ്റെയും ബുദ്ധിയുടെയും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും ആത്മദൃഷ്ട്യ എല്ലാവരും ഒന്നാണ്. അതാണ് സമഭാവന. അങ്ങനത്തെവർക്ക് അങ്ങനെ ഈ സമഭാവന വന്നിട്ടുള്ള ആൾക്ക് ദുഃഖം ഉണ്ടാവില്ല. ആരിൽ നിന്നും ദുഃഖമില്ല, ആരെയും നമ്മൾ ഉപദ്രവിക്കണില്ല. കാരണം എല്ലാവരും ആത്മാക്കളാണ്. എല്ലാ കോഴി, കറുത്ത കോഴിയാണെങ്കിലും പൂവൻ കോഴിയാണെങ്കിലും ചോദ കോഴിയാണെങ്കിലും ഇതറിയാതെ കണ്ട് നമ്മളെ ശരീരത്തിൻ്റെ എന്താണെന്നാ പറയുക, പോഷിപ്പിന് ഗുണം ചെയ്യുമെന്ന് തെറ്റിദ്ധരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ശ്രീഹരിഭക്തിയാൽ ജ്ഞാനവും അതിനാൽ മോക്ഷവും സിദ്ധിക്കുമെന്ന് കണ്ടതിനാൽ ഹരികഥാപ്രസംഗം സദാചാരമായി പരിണമിച്ചിരിക്കുന്നുവെന്ന് കാണിച്ചുകൊണ്ട് ഈ വിഷയത്തെ ഉപസംഹരിക്കുന്നു. മേൽ കാണിച്ച സംഗതിയാൽ ദീർഘദർശികളായ വിദ്വാൻമാർ പരമസന്തോഷത്തോടുകൂടി നിത്യവും ശ്രീ ഭഗവാനായ വാസുദേവനെ പരമപ്രേമത്തോടുകൂടെ ഭജിക്കണം. തന്നിൽ തന്നെ ജ്ഞാനസ്വരൂപനായി പ്രകാശിക്കുന്നവനാരോ. ഈ ഒരു വരി തന്നിൽ തന്നെ, നിങ്ങളിൽ തന്നെ, എല്ലാവരിലും തന്നെ ജ്ഞാനസ്വരൂപനായിട്ട്, അറിവ് സ്വരൂപമായിട്ടുള്ളവൻ. അവിടെ നിരാകാരൻ എന്നല്ല പറഞ്ഞത്, പുറമെയാണ് നിരാകാരൻ. നമ്മുടെ ഉള്ളിൽ ജ്ഞാനസ്വരൂപനായിട്ട് അറിവുണ്ടായിട്ടുണ്ട്. ആരെ പറ്റിയിട്ട്? ഈശ്വരനെ പറ്റിയിട്ട്. MBBS പിന്നെ എൻജിനീയറിംഗ് അല്ല അവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ജ്ഞാനസ്വരൂപനായി പ്രകാശിക്കുന്നവനാരോ അവൻ വാസുദേവൻ, വസിക്കുന്ന ദേവൻ. വാസുദേവൻ എന്നുള്ളതിൻ്റെ അർത്ഥം പറയണം. വസിക്കുന്ന ദേവൻ ആരത്? ജ്ഞാനസ്വരൂപൻ. അവനിൽ മനസ്സിനെ സ്ഥിരമാക്കുന്നത് തന്നെ ഭക്തി എന്ന് സാരം. പുറമെയുള്ള വിഗ്രഹത്തിൽ ശ്രദ്ധിക്കണേനല്ല വാസുദേവൻ ഭക്തിയോഗം എന്ന് പറയുന്നത്. തന്നിലുള്ള ചൈതന്യത്തെ ബഹുമാനിക്കുക. എല്ലാവരും അങ്ങനെ ചെയ്താൽ എന്തായി? ഇറ്റ് ഈസ് ഓവർ, എല്ലാം ശരിയായി. തന്നിൽ വസിക്കുന്ന ചൈതന്യത്തിനെ ബഹുമാനിക്കാൻ പഠിപ്പിക്കലാണ് സദാചാരം പ്രാക്ടീസ് ചെയ്യുന്ന ആചാര്യന്മാരുടെ താല്പര്യം ആവേണ്ടത്. എനിക്ക് എത്രയോ ഫ്രണ്ട്സ് ഉണ്ട്. ഒരു കൃഷ്ണൻ നമ്പൂരി എൻ്റെ ഫ്രണ്ട്, അദ്ദേഹം
മാത്രമേ ഇതിൽ ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ യെസ് യു ആർ കറക്റ്റ്, യു ആർ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. കാരണം എന്താ, അദ്ദേഹത്തിന് യുഗോ ഇല്ല. ബാക്കിയുള്ളവർക്ക് കാര്യം മനസ്സിലാവാഞ്ഞിട്ടല്ല, യുഗോ സമ്മതിക്കണില്ല. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, വസിക്കുന്നവൻ വാസു, പ്രകാശിക്കുന്നവൻ ദേവൻ, വാസുദേവൻ. മൈ ഗോഡ്, വസിക്കുന്നവൻ വാസു, പ്രകാശിക്കുന്നവൻ ദേവൻ. അപ്പോൾ ശ്രീലകത്ത് ദേവന് ശരിക്കും പ്രകാശമുണ്ടോ? ഇല്ല. അതൊരു ഒബ്ജക്റ്റാണ്. ഞാൻ നിങ്ങൾക്ക് വിഷമമുണ്ടാവാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്, അതൊരു ഒബ്ജക്റ്റ്. അപ്പോൾ അതിൻ്റെ 4 പുറവും ധാരാളം നെയ്വിളക്കുകൾ വയ്ക്കുമ്പോൾ ആൾക്കാർ, മേൽശാന്തിമാരും കീഴ്ശാന്തിമാരും കംപ്ലൈൻറ്റ് പറയും, എന്തൊരു ചൂട്. ആ 6 മാസത്തെ ചൂട് അനുഭവിക്കണേനാണ് അവർക്ക് എന്ത് കിട്ടണത്, 1.5 കോടി 2 കോടി രൂപ കിട്ടുന്നത്. അപ്പോൾ ഈ ഗ്ലാസ് ബ്ലോയിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ 30 വർഷം 40 വർഷം ജോലി ചെയ്യണു. അവർക്കോ കരിവാളിച്ച ഒരു ശരീരം മാത്രം. കാരണം അവരുടെ കയ്യിൽ എന്തില്ല, ജ്ഞാനമില്ല. അപ്പോൾ വസിക്കുന്നവൻ വാസു, പ്രകാശിക്കുന്നവൻ ദേവൻ, വാസുദേവൻ. നെക്സ്റ്റ് 23 ശ്ലോകം. ഇത് 4 വരി ശ്ലോകമാണ്, കുറച്ച് വലിയ ശ്ലോക. സത്വം രജസ്തമയിതി പ്രകൃതേർ ഗുണാസ്തേർ യുക്ത പരപുരുഷ ഏകൈഹാസ്യദത്തേ സ്ഥിത്യാദയേ ഹരിവിരിഞ്ച ഹരേതി സംജ്ഞാ ശ്രേയാംസി തത്ര ഖലു സത്വതനോർനൃണാം സ്യു. സത്വം രജസ്തമയിതി പ്രകൃതേർ ഗുണാസ്തേർ യുക്ത പരം പുരുഷ ഏകൈഹാസ്യദത്തേ സ്ഥിത്യാദയേ ഹരിവിരിഞ്ചി ഹരേതി സംജ്ഞാ ശ്രേയാംസി തത്ര ഖലു സത്വതനോർനൃണാം സ്യൂ. ഇതിൻ്റെ അർത്ഥം എന്താ പറയാം, പ്രകൃതിയുടെ സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങൾ അവയോട് യോജിച്ചവനായിട്ട് ഒരുവനായിട്ട് പരമപുരുഷൻ ഇതിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ സ്ഥിത്യാദിക്ക് വേണ്ടി, അതായത് സ്ഥിത്യാദി എന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടാവുക, നശിക്കുക അല്ലേ, സ്ഥിത്യാദിക്ക് വേണ്ടി ഹരി വിരഞ്ജൻ ഹരൻ എന്ന ബ്രഹ്മാവ് ശിവൻ വിഷ്ണു എന്ന സംജ്ഞകളെ ധരിക്കുന്നു. സംജ്ഞ പേരുകളെ ധരിക്കുന്നു അല്ലേ. ഇപ്പോൾ എൻ്റെ പേരറിയാത്തവരെ എന്ന് വിളിക്കില്ലേ, അല്ലെങ്കിൽ കയ്യിൽ നിന്നിട്ട് ഒരു മിനിറ്റ് പേരറിയില്ല അല്ലേ. അപ്പോൾ എനിക്ക് പേരറിഞ്ഞു, അപ്പോൾ എന്നുള്ളൊരു പേര് എൻ്റെ പേര്. അപ്പോൾ എന്നെ വേറൊരാൾക്ക് പരിചയം കൊടുത്തു, എനിക്ക് ഇയാളുടെ പേരറിഞ്ഞത്, ഞാൻ എന്നാണ് വിളിച്ചു തരുന്നത്, ഇന്നതാണ് ഇയാളുടെ പേര്. അതുകൊണ്ടാണ് പറഞ്ഞത്, പിന്നെ സംജ്ഞകളെ ധരിക്കുന്നു. അവരിൽ സത്വമൂർത്തിയിൽ നിന്ന്, അവരിൽ സത്വമൂർത്തിയിൽ നിന്ന്. അതാരാ? 3 ആളെ പറഞ്ഞു, പരമശിവൻ, ബ്രഹ്മാവ്, മഹാവിഷ്ണു. ഇതിൽ സത്വമൂർത്തി ആരാ? വിഷ്ണുവാണ്. അപ്പോൾ ഒരേ ബ്രഹ്മം ത്രിവിധമായി പിരിഞ്ഞു, അതിൽ സത്വമൂർത്തിക്കാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എൻ്റെ ശരീരം പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താ? ആകാശം, കാറ്റ്, അഗ്നി, ജലം, ഭൂമി എല്ലാം കൂടിയതിനാണ് പ്രകൃതി എന്ന് പറയാം. അപ്പോൾ എൻ്റെ ശരീരം സൃഷ്ടിച്ചിട്ടുള്ളത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. പക്ഷേ എൻ്റെ സ്വഭാവമാണ് ഏത്? രജസ്, തമസ്, സാത്വികം. അപ്പോൾ സാത്വിക ഗുണം ഉണ്ടെങ്കിലേ എനിക്ക് എൻ്റെ മക്കളെ വളർത്താൻ പറ്റുള്ളൂ. ഇനി കുറേ ആൾക്കാർക്ക് സാത്വിക ഗുണം കമ്മിയാണെങ്കിലോ മക്കൾ നേരാവില്ല. അതിന് ഈശ്വരനെ പഴിക്കരുത്. എൻ്റെ ഗുണം എന്താണെന്നുള്ളത് എനിക്കല്ലേ അറിയുള്ളൂ.
എന്നെക്കൊണ്ട് കാര്യം നടക്കണം എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും എനിക്ക് ഇല്ലാത്ത ഗുണം ഉണ്ടെന്ന് ആരോപിച്ചാൽ ആ ഗുണം എൻ്റേതാണോ? അല്ല. ഞാൻ കർമ്മം ചെയ്യുന്നത് എൻ്റെ ഗുണം കൊണ്ടാണ്, എന്നിലുള്ള ഗുണം കൊണ്ടാണ്. അതിനുള്ള ഫലം എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ തമോ ഗുണമാണ് ഞാൻ ചെയ്തത് വിചാരിച്ചാൽ എനിക്ക് തമോ ഗുണേ കിട്ടുള്ളൂ. രജോ ഗുണമാണ് ഞാൻ ചെയ്തത് വെച്ചാൽ എനിക്ക് രജോ ഗുണേ കിട്ടുള്ളൂ. ഇപ്പോൾ നിരാകാരത്തിലിരിക്കുന്ന ഒരാൾക്ക് ദ്രവ്യം ചിലവില്ല. നേരം മറിച്ച് ഒരു ഗുരുതി കഴിക്കണം എന്ന് വിചാരിക്കാം. ആ ഗുരുതി ശരിക്കും പറഞ്ഞാൽ രജോ ഗുണം, അതാണ് ചുവപ്പ് നിറഞ്ഞത്. പിന്നെ ഒരു വെളിച്ചപ്പാട് വേണമെന്ന് തോന്നി, അപ്പോൾ ഒരാൾ കോമരം വേണം. അപ്പോൾ ഉരുട്ടുചണ്ട ഒന്നുമില്ലാണ്ട് വെളിച്ചപ്പാടിന് എന്താ പറയുക അല്ലേ? അപ്പോൾ അതായി. അപ്പോൾ അതിനൊരു വിളക്ക് പിടിക്കേണ്ട ഒരാളായി. അപ്പോൾ ഋഷീശ്വരന്മാർ ഭഗവാനെ ധ്യാനിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ, ഇതാണ് പ്രശ്നം. അപ്പോൾ എത്രയോ കാലാകാലമായിട്ട് നമ്മൾ എന്താ പറയുക പ്രവർത്തിച്ച് വരുന്ന ഒരു കാര്യം നമ്മൾക്ക് ശരിയാണോ തെറ്റാണോ എന്നുള്ള വീക്ഷണത്തിൽ മനസ്സിലായാൽ തെറ്റുകളെ നിരാകരിക്കാനും ശരീനെ ആലിംഗനം ചെയ്യാനും നമ്മളെ കൊണ്ട് സാധിക്കണം. അപ്പോൾ ഇവിടെ വേണ്ടാന്നല്ല കേട്ടോ പറഞ്ഞത്, വെളിച്ചപ്പാടോ ഗുരുതിയോ ചെണ്ടയോ വേണ്ടാന്നല്ല പറഞ്ഞത്. ഇപ്പോൾ എനിക്കും എൻ്റെ അമ്മ തറവാട്ടിൽ കിഴക്കേ പന്തല്ലൂർ ഒരു മണ്ഡപമുണ്ട്. അവിടെ ഇതേമാതിരി പ്രതിഷ്ഠാ ദിവസത്തിന് ഗുരുതിയൊക്കെ ഉണ്ട്, വെളിച്ചപ്പാടുണ്ട്, മേളുണ്ട്, ഒക്കെ ഉണ്ട്. ഞാനും പോവാറുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൽ എന്തുണ്ട്? വിത്ത് ഡ്യൂ റെസ്പെക്റ്റ്, സത്വം വിഷ്ണുവിൻ്റെയാണ്. എൻ്റെ ഗുണം എന്താ? സത്വം അല്ലേ? അപ്പം നമ്മൾ തന്നെയുള്ളൂ രക്ഷിക്കാൻ എന്നുള്ളത് ആദ്യം പഠിക്കണം. നമ്മളെ രക്ഷിക്കാൻ ഒരു ഭഗവാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. എന്നാൽ ദുഃഖമുള്ളവർ ഈ ലോകത്തുണ്ടാവാൻ പാടില്ലല്ലോ. ആർക്കും ദുഃഖം വേണമെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. കുന്തിദേവി ഉണ്ടെങ്കിൽ കൂടി അത് ഒരു ഒരു ഫാക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ എന്തായി? ഈ ഹരിവിരിഞ്ചന എന്ന സംജ്ഞകളെ ധരിക്കുന്നു. അവരിൽ സത്വമൂർത്തിയിൽ നിന്ന് മനുഷ്യർക്ക് ശ്രേയസ്സുകൾ ഭവിക്കുമല്ലോ. അപ്പം സത്വഗുണത്തിൽ നിന്നാണ് എന്തുള്ളൂ? ശ്രേയസ്സുകൾ ഭവിക്കുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് വേണം? ബുദ്ധിമാന്മാരാണെങ്കിൽ എന്ത് വേണം? തമോ ഗുണത്തിനെയും രജോ ഗുണത്തിനെയും നമ്മൾ മാറ്റണം. എന്തിന്? മോക്ഷത്തിന്. ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഭാഗവതത്തിൽ നിന്നൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ പറയണു, ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. ഹരിയെ ഭജിക്കണമെന്ന് സിദ്ധാന്തിച്ചതിന് കാരണം കാണും. ഇപ്പം ഞാനും ഇതര പുരാണങ്ങൾ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. കാരണം എന്താ? അതിൽ ഹരിയെ പറ്റി എന്ത് പറഞ്ഞുകൊണ്ടെന്ന് എനിക്കറിയണം. അപ്പോഴല്ലേ ഞാൻ സത്വഗുണത്തിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിപൂർണ്ണമുള്ളൂ. അപ്പോൾ ഹരിയെ ഭജിക്കണമെന്ന് സിദ്ധാന്തിച്ചതിന് കാരണം കാണിക്കണം. എന്താണ്? ഏകനായ ഈശ്വരൻ പ്രകൃതി ഗുണങ്ങളായ സത്വം, രജസ്, തമസ് എന്നിവയെ അവലംബിച്ചിട്ട് ഈ ലോകത്തിൻ്റെ പരിപാലനം, സൃഷ്ടി, സംഹാരം, ഈ ലോകത്തിൻ്റെ പരിപാലനം, സൃഷ്ടി, സംഹാരം, അപ്പോൾ 3 എന്നീ കൃത്യങ്ങളെ നിർവഹിക്കുന്നവനായിട്ട് വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ എന്നീ 3 പേരുള്ള മൂർത്തികളെ ധരിക്കുന്നു. അവരിൽ വെച്ച് സത്വമൂർത്തിയായ വസുദേവനിൽ നിന്ന് ഭജിക്കുന്നവർക്ക്, സത്യമൂർത്തിയായ വാസുദേവനിൽ നിന്ന് ഭജിക്കുന്നവർക്ക് ശുഭഫലങ്ങൾ സിദ്ധിക്കും നിശ്ചയം. മറ്റുള്ളവർന്നില്ല. കാരണം എന്താ? അവരുടെ കയ്യിലുള്ളതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ.
തമോ ഗുണവും രജോ ഗുണവും അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കൊടുങ്ങല്ലൂർ അമ്മയുണ്ട്, അല്ലെങ്കിൽ കന്യാകുമാരി അമ്മയുണ്ട്, അല്ലെങ്കിൽ പിന്നെ ചോറ്റാനിക്കര അമ്മയുണ്ട്, കടപ്പുറമ്പത്ത് കാവൽ അമ്മയുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് തിരുപ്പതിയിലും ഗുരുവായൂരും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും തിരക്ക്? സത്വമൂർത്തിയുടെ മുമ്പിൽ വെച്ചിട്ട് ആരും ചോര കാണിക്കില്ല, വെട്ടിപ്പൊളിക്കില്ലെന്നില്ല. അപ്പോൾ ഇത്ര ദേശത്തിൻ്റെ ദേവതയാണ് ഇന്ന ഭഗവതി എന്ന് പറഞ്ഞാൽ അത്ര ആ ദേശത്തുള്ളവർക്കൊക്കെ രജോ ഗുണം കൊടുക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. രക്ഷിക്കാനുള്ള അവകാശം ആർക്കേ ഉള്ളൂ? സത്വമൂർത്തിക്കേ ഉള്ളൂ, മഹാവിഷ്ണുവിന്. ഇത് മനസ്സിലാക്കുമ്പോൾ നെറ്റിച്ചുളിക്കരുത്. അപ്പോൾ പറഞ്ഞു, ഭജിക്കുന്നവർക്ക് ശുഭഫലങ്ങൾ സിദ്ധിക്കും നിശ്ചയം. നാശരഹിതമായ പദത്തെ വിഷ്ണു മാത്രമേ നൽകുന്നുള്ളൂ. എന്താ പറഞ്ഞത്? നാശരഹിതമായ പദത്തെ വിഷ്ണു മാത്രമേ നൽകുന്നുള്ളൂ. അതുകൊണ്ട് ശ്രീഹരിയെ ഭജിക്കണം. ഈ മാത്തമാറ്റിക്സിലെ കണക്കിലെ ഒരു ചോദ്യം ഉണ്ടാവും, അതിന് വേണ്ട വിഭവങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും. എന്നിട്ട് അതിലൊരു ഡാറ്റ, ഈ ഡാറ്റ എന്നുള്ളതിനാണ് പ്രസ്താവന. ആ ഡാറ്റയിലുള്ള ചോദ്യത്തിന് കൺസ്ട്രക്ഷൻ വേണം, പിന്നെ അപ്പോഴാണ് റിസൾട്ട് കിട്ടുക. അപ്പോൾ അതേപോലെ ഇവിടെ സത്വമൂർത്തി വിഷ്ണു, വസിക്കുന്ന ദേവൻ വാസുദേവൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. അടുത്തത് 24-ാമത്തെ ശ്ലോകം. പാർത്ഥിവാദാരുണോ ധൂമ തസ്മാദഗ്നിസ്ത്രയീമയാം തം അസ്തു തമസസ്തു രജസ്തസ്മാത് സത്വം യൽ ബ്രഹ്മദർശനം. പാർത്ഥിവാദാരുണോ ധൂമസ്തസ്മാദഗ്നിസ്ത്രയീമയ തമസസ്തു രജസ്തസ്മാൽ സത്വം യൽ ബ്രഹ്മദർശനം. ബ്രഹ്മദർശനത്തിന് സത്വഗുണേ പറ്റൂ. പൃഥിവി വികാരമായ ദാരുവിൽ നിന്ന്, ദാരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ള്, ഹിന്ദിയിൽ ദാരു എന്ന് പറഞ്ഞാൽ കള്ള് എന്നർത്ഥം. ഇവിടെ മലയാളമാണല്ലോ നമ്മുടെ മാതൃഭാഷ. അപ്പോൾ ദാരുണ എന്ന് പറഞ്ഞാൽ ദാരുവിൽ നിന്ന് പുകയും അതിൽ നിന്ന് വേദോക്ത കർമ്മഹേതുകമായ വന്യയും ഉണ്ടാകുന്നു. തമസിനേക്കാൾ രജസ്സും അതിനേക്കാൾ സത്വവും ശ്രേഷ്ഠം. തമോ ഗുണത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് രജോ ഗുണം, രജോ ഗുണത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് സത്വഗുണം. ഇതിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ നമ്മൾ മനസ്സുറപ്പിക്കണം. അപ്പോൾ ഞാൻ തമോ ഗുണോ രജോ ഗുണോ പ്രധാനിയായിട്ട് ഞാൻ അറിയാൻ താല്പര്യപ്പെടരുത്. എനിക്ക് എന്തേ വേണ്ടൂ? സത്വഗുണം വേണം. അപ്പോൾ അത് യാതൊന്ന് ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കുന്നതാകുന്നു. വാസുദേവൻ, വസിക്കുന്ന ദേവൻ, പ്രകാശമുള്ളവൻ, സ്വയം പ്രകാശമുള്ളവൻ, അതാണ് ബ്രഹ്മം. അതിനെയാണ് പ്രകാശിപ്പിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടാവാൻ പാടില്ല. കാരണം ഞാൻ ഇത്ര ഡീറ്റെയിലായിട്ട് പറയാൻ എനിക്കും പറ്റിയിട്ടില്ല. എന്താ അങ്ങനെ? കാരണം ഞാൻ അവലംബിക്കുന്ന ടെസ്റ്റുകളിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് അതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ എനിക്കും ഒരു എക്സ്പീരിയൻസ് വേണ്ടേ, കാര്യങ്ങൾ വായിച്ചും പഠിച്ചും. അപ്പോൾ ഇനി ഇതിൻ്റെ ഭാവാർത്ഥം പറയണം. ഭൂമിയിൽ നിന്നുണ്ടാകുന്ന മരത്തിൻ്റെ കൊമ്പ് മുറിച്ച് കഷ്ണമാക്കി മേലും കീഴും ഓരോന്ന് വെച്ച് മഥനം ചെയ്യുമ്പോൾ അതിൽ നിന്ന് അഗ്നിയുടെ ലക്ഷണമായ പുകയും പിന്നെ അതിൽ നിന്ന് തീയും ഉണ്ടാകുന്നു. അതിനാണ് ഈ അരണി കടയ എന്ന് പറയുക. അരണി കടയ. അപ്പോൾ അതിപ്പോൾ ഈ യൂട്യൂബിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും.
ഇല്ലെങ്കിൽ ഞാൻ പറയാം, താഴത്ത് ഒരു മരക്കഷ്ണം വയ്ക്കും. താഴത്ത് കഷ്ണം വെച്ച് അതിലൊരു കുഴി ഉണ്ടാവും, കുഴി ഉണ്ടാവണം. എന്നിട്ട് അതിൽ വേറൊരു മരം ഈ കുഴിയിൽ ഇറക്കി വയ്ക്കുകയാണ്. എന്നിട്ട് ഒരാൾ ആ മരത്തിനെ അമർത്തണം. അമർത്തുമ്പോൾ തൈര് കളയുന്ന കൂട്ടത്തിൽ ഈ പിന്നെ ഇങ്ങനെ കുത്തനെ നിർത്തിയിട്ടുള്ളതിൽ കയറ് വലിക്കുമ്പോൾ താഴെയുള്ള കുഴിയിൽ ഞെരങ്ങുമ്പോൾ ഈ മരം തിരിയുമ്പോഴാണ് കർഷണം കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, തീ ഉണ്ടാവുന്നത്. അപ്പോൾ പറഞ്ഞു, ഭൂമിയിലുണ്ടാകുന്ന മരത്തിൻ്റെ കൊമ്പ് മുറിച്ച് കഷ്ണമാക്കി മേലും കീഴും ഓരോന്ന് വെച്ച് മഥനം ചെയ്യുമ്പോൾ അതിൽ നിന്ന് അഗ്നിയുടെ ലക്ഷണമായ പുകയും പിന്നെ അതിൽ നിന്ന് തീയും ഉണ്ടാകുന്നു. അഗ്നി സിദ്ധിച്ചാൽ വേദത്തിൽ പറഞ്ഞ വിധം യാഗാദി കർമ്മം അനുഷ്ഠിക്കാം. യാഗങ്ങളും യജ്ഞങ്ങളും അനുഷ്ഠിക്കാൻ അഗ്നി വേണം. പുക പുറപ്പെട്ട സമയം അഗ്നി ഉണ്ടാകുമെന്നുള്ള ഭാവന നിമിത്തം യാഗാനുഷ്ഠാനത്തിന് ഒരുക്കം കൂട്ടും. വിറക് മാത്രമായിരിക്കുമ്പോൾ യാഗപ്രസക്തി തന്നെ ഇല്ല. അതുപോലെ തമോ ഗുണത്തിൽ ബ്രഹ്മപ്രകാശത്തിൻ്റെ പ്രസംഗം പോലുമില്ല. തമോ ഗുണം എന്ന് പറഞ്ഞാൽ എന്താ? അന്ധകാരത്തിലിരിക്കാന്നർത്ഥം അല്ലേ? അപ്പോൾ പ്രകാശത്തിൻ്റെ പ്രസംഗം പോലുമില്ല. സംഘമില്ല എന്നർത്ഥം. പ്രസംഗം എന്ന് പറഞ്ഞാൽ ഭാഷണം ഇല്ല എന്നല്ല, സംഘമില്ല. അതിൻ്റെ വിശേഷണം അതുള്ളൂ. രജസ്സിൽ അതിനേക്കാളുമുണ്ട്, കർമ്മശ്രദ്ധയുണ്ടാകും. അപ്പോൾ അത് അല്പം ബ്രഹ്മപ്രകാശമായി. സത്വഗുണം ബ്രഹ്മത്തെ തികച്ചും പ്രകാശിക്കും. സത്വഗുണമാണ് ബ്രഹ്മത്തിനെ ശരിക്കും പ്രകാശിപ്പിക്കുന്നത്. അതിനാൽ ബ്രഹ്മാനുഭവം സത്വമൂർത്തിയായ വിഷ്ണുവിനെ ഭജിക്കുന്നവർക്ക് ഉണ്ടാവും. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞ് മനസ്സിലാവുന്നത്. അപ്പോൾ 25-ാമത്തെ ശ്ലോകം എന്താ? 25-ാമത്തെ ശ്ലോകം, ഭേജിരേ മുനയോ അധാഗ്രേ അതിൻ്റെ അറ്റത്ത് ഭഗവന്തം മതോക്ഷജം സത്വം വിശുദ്ധം ക്ഷേമായ കൽപ്പന്തേ യേ എനുതാനിഹാം. ബേജിരേ മുനയോ അഗ്രേ ഭഗവന്തം മതോക്ഷജം സത്വം വിശുദ്ധം ക്ഷേമായ കൽപ്പന്തേ യേ അനുദാനിഹാം. ഏതുകൊണ്ട് സത്വമൂർത്തിക്ക് മാത്രമേ മോക്ഷത്തെ തരാനുള്ള അധികാരമുള്ളൂ. അതുകൊണ്ട് ആദികാലത്തിൽ അഗ്രേ, ശരിക്കും പറഞ്ഞാൽ അഗ്രേ എന്ന് പറഞ്ഞാൽ അറ്റത്ത് അല്ലേ? അപ്പോൾ ഇവിടെ അർത്ഥം മാറി. എന്താ? ആദികാലത്തിൽ മുനികൾ ഭഗവന്തം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? മഹിമയുള്ളവനും പരിശുദ്ധമായ സത്വഗുണം തികഞ്ഞവനുമായ വിഷ്ണുവിനെ അധോക്ഷജം എന്ന് പറഞ്ഞാൽ എന്താ? അധോക്ഷജൻ, ഉള്ളിലിരിക്കുന്നവൻ എന്നർത്ഥം. അല്ലെങ്കിൽ ഉള്ളിൽ മനമാകുന്ന കണ്ണുകൊണ്ട് അറിയേണ്ടവൻ എന്നർത്ഥം. മനമാകുന്ന ഈ മനസ്സ് വേറൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കരുത്. എന്താ അങ്ങനെ പറഞ്ഞത്? ഈ എന്താ പറയുക, ശാരീരിക പ്രേമമുള്ളപ്പോഴാണ് ഈ മനസ്സ്, എൻ്റെ മനസ്സ് ഞാൻ തനിക്ക് തന്നു, തൻ്റെ മനസ്സ് എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറയണത്. അത്രേ ഉള്ളൂ. ആ മനസ്സ് കൊണ്ടാണ് നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തിന് അറിയാൻ പറ്റുള്ളൂ. മനസ്സവിടെ എത്തില്ലെങ്കിലും കൂടി ഞാൻ അങ്ങനെ പറയാം, മനസ്സും വാക്കും അവിടെ എത്തില്ല. എന്നാൽ കൂടി മനസ്സിനെ ചഞ്ചലിക്കാൻ വിട്ടാൽ പിന്നെ ഈ ചൈതന്യത്തിന് അറിയാൻ പറ്റില്ല. അപ്പോൾ മനസ്സിനെ നമ്മൾ പിടിച്ചു നിർത്തന്നെ വേണം. അതുകൊണ്ടാണ് പറഞ്ഞത് പരിശുദ്ധമായ സത്വഗുണം തികഞ്ഞവനുമായ അധോക്ഷജൻ വിഷ്ണുവിനെ ഭജിച്ചു. ഭജിച്ചു. ഈ ലോകത്തിൽ യാതൊരുത്തൻ അവരെ അനുസരിക്കുന്നുവോ, ഋഷികളെ അനുസരിക്കുന്നുവോ, അവർ ക്ഷേമത്തിനായി കൊണ്ട് കൽപ്പിക്കുന്നു. ആരെ? ഋഷികളെന്താ പറഞ്ഞത്? ക്ഷേമത്തെ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. വിഷ്ണുവിനെ ഭജിക്കേണ്ടതിന് കാരണം പറഞ്ഞ ശേഷം സദാചാരത്തെ പ്രമാണത്വേന കാണിക്കണം. ആദികാലം മുതൽക്ക് മുനികൾ വിശുദ്ധ
സത്വഗുണസ്വരൂപനും വിശുദ്ധ സത്വഗുണസ്വരൂപനും ഭഗവാനുമായ ശ്രീഹരിയെ തന്നെ ഭജിച്ചു. ഭദ്രകാളീനെയും ശിവനെയും ഭജിച്ചിട്ടുള്ള ആൾക്കാർ കമ്മിയാണ്. ഞാൻ ശ്രദ്ധിക്കണം നിങ്ങൾ ഞാൻ എന്താ പറഞ്ഞതെന്നുള്ളത്. ഇപ്പോൾ ഈ കാശിഘട്ടിൽ ഉള്ള ആൾക്കാരൊക്കെ ശിവനെ അറിഞ്ഞിട്ടാണോ ഭജിക്കണത്? അല്ല. ശിവനൊരിക്കലും മാംസം തിന്നാൻ പറയണില്ല. പകുതി വെന്ത മാംസം കഴിക്കണമെന്നോ കഞ്ചാവ് വലിക്കണമെന്നോ ഭംഭം പോലെയെന്നോ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനൊക്കെ സ്വീകരിക്കാതെയിരിക്കാൻ പ്രസക്തമായിട്ടുള്ള സാത്വിക ഗുണം നമ്മുടെ ഉള്ളിലുണ്ടാവണം. അപ്പോൾ പറഞ്ഞു വിശുദ്ധ സത്വഗുണസ്വരൂപനും ഭഗവാനുമായ ശ്രീഹരിയെ തന്നെ ഭജിച്ചു. അപൂർവന്മാരെ അനുസരിക്കുന്നവർ ക്ഷേമം അനുഭവിക്കുവാൻ, അപൂർവന്മാരെ അത്ര സുലഭമല്ലാത്തവരെ അനുസരിക്കുന്നവർ ക്ഷേമം അനുഭവിക്കുവാൻ യോഗ്യന്മാരായി ഭവിക്കുന്നു. എന്താ പറഞ്ഞത്? മുനികൾ വിശുദ്ധ സത്വഗുണരൂപനും ഭഗവാനുമായ ശ്രീഹരിയെ തന്നെ ഭജിച്ചു. ആ പൂർവന്മാരെ, അതായത് ഋഷികളെ അനുസരിക്കുന്നവർ ക്ഷേമം അനുഭവിക്കാൻ യോഗ്യന്മാരായി ഭവിച്ചു. അപ്പോൾ നമ്മൾക്ക് പറ്റിയുള്ള കുഴപ്പമെന്താ? പുരാണങ്ങൾ അറിയണവരെ, പുരാണജ്ഞന്മാരെ നമ്മൾ നിരസിച്ചു. അതാണ് നമുക്ക് പ്രശ്നം ഉണ്ടായത്. അവിടെ നിർത്താം. അപ്പോൾ 26ാമത്തെ ശ്ലോകം നമുക്ക് നാളേക്ക് വയ്ക്കാം. അപ്പോൾ ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.